തെക്ക് വടക്കിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം അല്ലേ? കണ്ടു നോക്കാം. പാലക്കാട്. അതിനകത്ത് വാദിക്കൂട്, പ്രതിക്കൂട്, ജഡ്ജ്, വക്കീലന്മാരും പോലീസുമാരും. അത് പ്രത്യേക ഒരു തരം ലഹരിയാണ്. കേസിന്റെ വിധി ഇന്ന് വരെയല്ലേ? ഓ, ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, വിലഞ്ഞ നോക്ക്. വാദിയും പോലീസും പ്രതിയും. ശരിക്കും ഇവര് തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ശരിക്കും അവര് തന്നെയായിരുന്നു പ്രശ്നം. വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. തന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല. കാര്യം മനസ്സിലായോ? ആ പുള്ളി ഇവിടെ ഓഫീസിൽ പോകുന്നുണ്ടോ രാവിലെ? കോടതിയിൽ പോകുന്നത് കേസിന്റെ സ്റ്റാഫല്ല. ഓക്കെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായി, അല്ലെങ്കിൽ ഈ കേസ് പുഷ്പം പോലെ പരിഹരിക്കാൻ. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. പോത്തെ അവന്റെ ഭാര്യ ഇട്ടിട്ട് പോയി. മറുപടിയിൽ ഇതിൽ ഒപ്പിച്ചേ. അത് ചെയ്യാൻ പഞ്ചായത്തിലെ അയാളുള്ളൂ. കോടതി എന്റെ കൂടെ എല്ലാത്തിനും പെടുത്തി. ഇതിനൊരു അവസാനമില്ലേ? എത്ര വർഷമായിട്ടാ ഈ കേസിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? 30 വർഷമല്ലേ ഉള്ളൂ. 30 വർഷം. വെങ്കണ്ണൻ സ്റ്റൈൽ പിടിച്ചല്ലേ? നമ്മളെ അപ്പന്മാരുടെ കാമുകി വീടോ? ഫോട്ടോ ഉണ്ടല്ലോ, കൊള്ളാലേ? ഓക്കെ. ഇപ്പൊ എനിക്ക് കണ്ടിട്ട് തോന്നിയതേ രണ്ടുപേരും ഒരേ പാർട്ടിയില് എന്തോ ചെറിയ എന്തോ വൈരാഗ്യാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ സിമ്പിൾ ഉടക്കാണ് അത്. അത് പിന്നെ വർഷങ്ങളായിട്ട് 30 വർഷം കേസായിട്ട് എന്തോ ഒരു ഈഗോ പ്രശ്നം തന്നു സംഭവം. എനിക്ക് ട്രെയിലറിന് ലാസ്റ്റ് ഉണ്ട് തോന്നുന്നു. ഇവർക്ക് വേറെന്തോ പ്രശ്നം വരുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാവുന്ന പോലെ ഉണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അതെ അതെ, ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അതെ, എന്നാലും രസമുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രേംശങ്കറിന്റെ കോമഡി രസമുണ്ട്. 30 വർഷമായി പറയുന്നത് നല്ല രസമുണ്ട്. മേക്ക് ഓവർ, സുരാജന്റെ ഡാൻസ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. സുരാജന്റെ ഭയങ്കര വ്യത്യസ്തമായിട്ട് വേഷമാണ്. പുള്ളി ജയിലറിന് ശേഷം അഭിനയിച്ച സിനിമയാണ്. അതെ അതെ അതെ, ഷൂട്ട് നടന്നത്. ഇതെന്നാ റിലീസ്? ഈ മാസം അല്ലേ? ആണോ? ഡേറ്റ് അനൗൺസ് ചെയ്തില്ല. ഓണം കഴിഞ്ഞിട്ടോ. കൊള്ളാം. ഓക്കെ, നമുക്കിപ്പം റിലീസിന് കാണാം. എന്തായാലും എനിക്ക് ഭയങ്കര മ്യൂസിക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ തരുന്നുണ്ട്. കോമഡി ഫൺ മൂവി ആണെന്നുണ്ടല്ലേ? പിന്നെ സരീഷാണ് റൈറ്റർ, നല്ല ചുരുളീൻ്റെ ഒക്കെ റൈറ്ററാണ്. ട്രെയിലർ കൊള്ളാം, നല്ലൊരു എന്റർടൈനർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു കോമ്പിനേഷൻ, സുരാജ് വിനായകൻ, ആ ഒരു കോമ്പിനേഷൻ വർക്കാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. മറ്റേ ചുരല്ല അവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? നല്ല കോമഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കോമഡി എന്റർടൈനർ ആണെന്ന് തന്നെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഓണത്തിന് ശേഷം റിലീസാവുന്ന ഒരുപാട് പ്രതീക്ഷകളൊക്കെ തരുന്ന ഒരു സിനിമയാണ് തെക്ക് വടക്ക്. നമുക്ക് ബാക്കി സിനിമ കണ്ടിട്ട് നോക്കാം.